ഹായ്, അപ്പോൾ നമുക്ക് ഇന്നൊരു തട്ടിക്കൂട്ട് സോയ ചങ്ക്സ് റെഡിയാക്കിയാലോ. അപ്പോൾ നമ്മൾ സോയ ചങ്ക്സ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള തക്കാളി, പച്ചമുളക്, സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മളപ്പം ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് നമ്മുടെ കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് നമ്മുടെ സവാള ഇതൊക്കെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളായിട്ടൊക്കെ ഇട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ഒരു വേവ് വരുമ്പോൾ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കറിക്കുള്ളത് വേഗം കുറച്ച് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിയിട്ട് ഒന്ന് അല്പം വെള്ളം ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് അതിനിടയ്ക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നമ്മുടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ സോയ സോസ് റെഡിയാക്കി അതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ച് കൂടി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഈ മിക്സിയിൽ ഉള്ള കറി എടുത്ത് അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ചൊരു 5-10 മിനിറ്റ് മൂടിക്കാം. 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മതിയാവും കേട്ടോ. മൂടിച്ചതിന് ശേഷം നമ്മുടെ കറിയുടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് തോന്നുന്നു. നമ്മുടെ എൻ്റെ സിമ്പിളായിട്ടുള്ള കറിയുടെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.